ഒറ്റ കാര്യമേ നമ്മുടെ ആവശ്യമുള്ളൂ. അത് ഈ മരിച്ച ജിസ്മോൾക്കും 2 കുട്ടികളും ഒപ്പിടിയിൽ നിർത്തുന്നത്. പിന്നെ അതുപോലെയാണ് ഞാൻ പറയാനുള്ള ഇപ്പോൾ പോസ്റ്റിലാണുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ ഷൈനിയോ അല്ലെങ്കിൽ ഇന്നലെ സൂയിസൈഡ് ചെയ്ത ലേഡിയോ അവരാരെങ്കിലും പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നൊന്ന് സംസാരിക്കുമായിരുന്നു. ജിസ്മോൾ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കണമെന്ന് എൻ്റെ മെയിൻ ചാനൽ ഇതിടാത്തതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയാം. എന്ത് ചെയ്യാനാണ്, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ തന്നെ ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ട്, അതിനിട്ട് നമുക്കിട്ട് പണി തരുന്നു, അങ്ങനെ കുറേ ആൾക്കാർ. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ചാനലിലോട്ട് ഇടാം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കുക. അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വിടാം. മറ്റേനകത്ത് പറ്റുവാണെങ്കിൽ മാത്രമേ ഈ ഒരു വിഷയത്തിൻ്റെ ഞാൻ ഇടത്തുള്ളൂ. നമുക്ക് ചാനലൊരു പണി കിട്ടി, അതെന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. ഓക്കെ, എന്തായാലും ആദ്യം ഞാനിവിടെ സംസാരിക്കുന്നത് SI സാറിനെ കുറിച്ചാണ്. അദ്ദേഹം ഈ ജിസ്മോൾ മരിച്ച സമയത്ത് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി കൈയടിക്കാൻ എല്ലാവരും ഉണ്ടായിരുന്നു, ഞാൻ ഉൾപ്പെടെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ സാഹചര്യം കൊണ്ടാണോന്ന് എനിക്കറിയത്തില്ല, അതിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കോട്ടയം ഷൈനിയുടെ കാര്യങ്ങളെല്ലാവരും അറിയാമല്ലോ. ആ സമയത്ത് സാറൊരു കാര്യം പറഞ്ഞു, ഷൈനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടായിരുന്നു, എന്നോട് പറഞ്ഞാൽ മതിയെന്ന് ആ സാറ് പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇന്ന് ഒരു ചെറിയൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു കോൺഗ്രസ്സുകാരി, ആ കോൺഗ്രസ്സുകാരി IC സാജൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് ഒരു പ്രശ്നമുണ്ടായ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റ് കണ്ടിട്ടാണ് കേട്ടോ. ആ ചേച്ചി അവിടെ ചെന്ന് ഭർത്താവ് മരിച്ചുപോയി, അപ്പം അവർക്ക് ഇത്ര ലക്ഷം രൂപ അങ്ങോട്ട് കിട്ടാൻ അങ്ങോട്ടുണ്ട്, അതിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടി ഇദ്ദേഹത്തോട് സംസാരിച്ചു. ഇദ്ദേഹം ഓക്കെയും പറഞ്ഞു. പിന്നെ കുറേ രാഷ്ട്രീയക്കാരുടെ ഇടപെടലൊക്കെ കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനായ സ്ത്രീ വീട് വിട്ടിറങ്ങിപ്പോയി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഈ വ്യക്തി പറഞ്ഞിട്ട് കാര്യമില്ല, ഈ സാറിനെ പറഞ്ഞിട്ട് നമുക്കൊന്നും കാര്യമില്ല. കുറേ രാഷ്ട്രീയക്കാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ജിസ്മോളുടെ കാര്യത്തിലും ഒരുപാട് പ്രഷർ. ഇവർ ഈ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇട്ട് നാട് നന്നാക്കാനെന്ന് പറഞ്ഞ് അവർക്ക് ആത്മാർത്ഥയോടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ഇറങ്ങും. പക്ഷേ ഇവിടുത്തെ നിയമം, ഇവിടുത്തെ രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടല്ലോ, അവന്മാരാണ് ഒന്നിനും സംഭവിക്കാതെ. അത് ജിസ്മോളുടെ കാര്യത്തിൽ ഒരു കേസ് കെട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാന്നേ ഉള്ളൂ. അപ്പോൾ ഈ സാറും അതും എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇനി പെട്ട് കിടക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും മറുനാടൻ വന്നൊരു ന്യൂസ് ഉണ്ട്, ഞാൻ അതൊന്ന് വെച്ച് തരാം. മറുനാടൻ വന്ന് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ജസ്റ്റിസ് ഫോർ ജിസ്മോൾ എന്നും കൂടെ കമൻറ്റ് കൊടുക്കുക, ലൈക്ക് തീർച്ചയായിട്ടും കൊടുക്കുക, പരമാവധി ഷെയറും ചെയ്യുക. മുമ്പിൽ ചാടി ജീവൻ ഒടുക്കിയ വാർത്ത അനേകം ദിവസം നമ്മുടെ ഉറക്കം കെടുത്തി. ഇവരുടെ ഇൻക്വസ്റ്റ് ചെയ്തതും അന്വേഷണം നടത്തിയതുമൊക്കെ ഏറ്റുമാനൂർ SHO ആയ അൻസൽ അബ്ദുൾ ആയിരുന്നു. അൻസൽ അബ്ദുൾ അതിനുശേഷം തൻ്റെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഒരു വാക്ക്, ഒരു പരാതി ഷൈനി എന്നോട് വന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവളുടെ ജീവൻ ഞാൻ രക്ഷിക്കുമായിരുന്നെന്ന്. ഷൈനി തൊടുപുഴ ചുങ്കത്തെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. ഭർത്തൃ വീട്ടുകാർക്കെതിരെ നിരവധി പരാതി ഉണ്ടായിരുന്നു, ഒരുപാട് തർക്കങ്ങളുണ്ടായിരുന്നു. ഒടുവിൽ അവൾ സഹികെട്ടാണ് ഏറ്റുമാനൂർ തള്ളകത്തെ വീട്ടിലേക്ക് വന്നത്. എല്ലാ വാതിലുകളും അടഞ്ഞപ്പോൾ അവൾ ജീവൻ ഒടുക്കി. അന്ന് പോലീസ് ഓഫീസർ പറഞ്ഞു, ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ആ ജീവൻ ഞാൻ രക്ഷിക്കുമായിരുന്നെന്ന്. SHO അൻസലിന്റെ വാക്ക് വൈറലായി. ആ വാക്ക് വിശ്വസിച്ചാണ് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽപ്പെടുന്ന, അതായത് അൻസലിന്റെ അധികാര പരിധിയിൽപ്പെടുന്ന അതിരമ്പുഴ പഞ്ചായത്തിലെ 20ാം വാർഡിന്റെ മെമ്പറായ കോൺഗ്രസ് പാർട്ടിക്കാരിയാണ്, 20ാം വാർഡിന്റെ മെമ്പറാണ് IC സാജൻ ഒരു പരാതിയുമായി അൻസലിനെ പോയി കണ്ടത്. ഈ പോസ്റ്റ് മനസ്സിൽ നിന്നതുകൊണ്ട് ഒരു ആവേശം കണ്ടതുകൊണ്ട് പോയി കൊടുത്തതാണ്. SHO വളരെ ആവേശത്തോടെയും അഭിമാനത്തോടെയും ICയെ സ്വീകരിച്ചു. നീതി നടപ്പിലാക്കി തരാമെന്ന് പറഞ്ഞു. ICയുടെ പ്രശ്നം, ഭർത്താവ് സാജൻ മരിച്ചുപോയി. ICയുടെ കുട്ടികളും സാജന്റെ മാതാപിതാക്കളുമാണ് അതിരമ്പുഴയിലെ വീട്ടിൽ താമസിക്കുന്നത്. അവർക്ക് സാജൻ മരിച്ചതോടെ ICയെ വേണ്ട, IC മക്കളും അവരുടെ വഴിക്ക് പൊക്കൂ എന്നതാണ് നിലപാട്. ഈ സാജന്റെ സഹോദരങ്ങൾ, അതായത് ICയുടെ ഭർത്തൃ സഹോദരങ്ങളൊക്കെ അമേരിക്കയിലാണ്, 2 പേർ അമേരിക്കയിലാണ്, ഇവിടെ മറ്റാരുമില്ല. അങ്ങനെ അവർ സെറ്റിൽ ചെയ്ത് ജീവിക്കാൻ ഇഷ്ടം പോലെ കാശുമുണ്ട്. അമേരിക്കയിലാവുമ്പോൾ സ്വാഭാവികമാണല്ലോ. പക്ഷേ ICയെയും മക്കളെയും ഇറക്കിവിടണം, അവർക്ക് ചെലവിന് കൊടുക്കാൻ മനസ്സില്ലെന്നാണ് പറച്ചൽ. ഈ ICയും ഒരു BSc നേഴ്സായിരുന്നെന്ന് ഓർക്കണം. പീഡനവും യാതനയും സഹിക്കാനാവാതിരിക്കുമ്പോഴാണ് അൻസലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുന്നത്. അങ്ങനെ SHOയെ പോയി കണ്ടു, പരാതി കൊടുത്തു. SHO പരിഹരിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ പൊടുന്നനെ കാര്യങ്ങൾ മാറി. സ്വാധീനമുള്ളവർ ഇടപെടൽ നടത്തി. ഈ ഇടപെടൽ നടന്നതോടെ SHOയ്ക്ക് ICയെ സഹായിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. SHO 50 ലക്ഷം രൂപ ICക്ക് വാങ്ങിക്കൊടുക്കാമെന്ന് വാക്ക് കൊടുത്തതാണ്, പക്ഷേ നടക്കാതായി. സിവിൽ കേസിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് വേണ്ടപ്പെട്ടവർ SHOയോട് പറഞ്ഞപ്പോൾ SHO നിസ്സഹായനായി. SHOയുടെ കുഴപ്പമല്ല, രാഷ്ട്രീയ ഇടപെടലിന്റെ ശക്തിയാണ്. ഇത്തരം ഇടപെടൽ ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെ ഒരു പരാതി തൻ്റെ അടുത്ത് എത്തും എന്ന് മനസ്സിലാക്കാതെ ആവാം ഒരുപക്ഷെ SHO അങ്ങനെ വികാരഭരിതനായി പോസ്റ്റ് ഇട്ടത്. ഇതോടെ മനം മടുത്ത് IC 2 മക്കളും എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ICയെ കുറിച്ച് ആർക്കും ഒരു വിവരവുമില്ല. ഫാഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഇതെടുത്തിട്ട് താനാൾ കൊള്ളാമല്ലോ, തനിക്ക് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയാണോ താനിതിട്ടേന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ എനിക്ക് നേരത്തെ മനസ്സിലായത്, സത്യസന്ധനാണ്, 2 പെൺമക്കളുടെ അച്ഛനാണ്, നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ കൊണ്ടാണ് അദ്ദേഹം അങ്ങനെയൊക്കെ ചെയ്തു പോയെന്ന്. ഈ ജിസ്മോടെ
കാര്യം വന്നപ്പം അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതും വെച്ച് തരാം. സ്ഥിരമായി നമ്മൾ പല പ്രശ്നങ്ങളും പരിഹരിക്കാറുള്ളതാണ്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു പരാതി നമുക്ക് നേരത്തെ എത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു എന്നൊരു പോസ്റ്റാണല്ലോ സാർ ഇട്ടിരിക്കുന്നത്. തീർച്ചയായും. കാരണം അത് പറയാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ പോലീസ് സ്റ്റേഷൻ കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും ഹെവി പോലീസ് സ്റ്റേഷനാണ്. 817 പരാതികളാണ് ജനുവരി 1 തൊട്ട് ഈ നിമിഷം വരെ, അതായത് ഈ ഏപ്രിൽ 16-ാം തീയതി വരെ ഇവിടെ റെസ്പെക്റ്റ് കൊടുത്തേക്കുന്ന പെറ്റീഷൻസ്. ഇതിൻ്റെ അകത്ത് പകുതി മേളിൽ 60% കുടുംബ പ്രശ്നങ്ങളാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഈ കുടുംബ പ്രശ്നങ്ങൾ ഇതുപോലെ വരുമ്പോൾ തന്നെ ഞങ്ങൾ അവരെയായിട്ട് വളരെ വ്യക്തമായിട്ട് ഇരു കൂട്ടരായിട്ട് സംസാരിച്ചുകൊണ്ട് ഈ പുരുഷന്മാർ, അതായത് സ്ത്രീകളെ ഉപദ്രവിക്കുന്ന കുടുംബ പ്രശ്നങ്ങളുള്ള ആൾക്കാരെ ഇവിടെ കൃത്യമായിട്ട് ബുക്ക് വെച്ച് ഒപ്പിടിക്കുകയും അത് വളരെ കൃത്യമായിട്ട് തന്നെ മോണിറ്റർ ചെയ്യുകയും, അപ്പോൾ ഈ കുടുംബ പ്രശ്നങ്ങൾ ഏകദേശം തീർന്നതിന് ശേഷം മാത്രമാണ് ഒപ്പിടിയിൽ നിർത്തുന്നത്. പിന്നെ അതുപോലെയാണ് ഞാൻ പറയാനുള്ള ഇപ്പോൾ പോസ്റ്റിലാണുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ ഷൈനിയോ അല്ലെങ്കിൽ ഇന്നലെ സൂയിസൈഡ് ചെയ്ത ലേഡിയോ അവരാരെങ്കിലും പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നൊന്ന് സംസാരിക്കുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിലുള്ള ഒരു സഹായവും അല്ലെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള നടപടി ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചേനെ എന്ന് വളരെ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഇത് നിലവിൽ റണ്ണിങ്ങിലുള്ള ഒപ്പിടുന്നത് ബുക്കുകളാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഞങ്ങളിവിടെ ഒപ്പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇതെല്ലാം ഓരോ സ്ത്രീകളുടെ ജീവിതങ്ങളാണ് ഇരിക്കുന്നത്. ഇതെല്ലാം ഓരോ സൂയിസൈഡ് ഒരു നോട്ട് ബുക്കുകളാണ് ഇരിക്കുന്നത്. ഇത് ഒപ്പിടിച്ച് ഇല്ല എങ്കിൽ അപ്പം വന്ന പെറ്റീഷൻസും വളരെ കാര്യക്ഷമമായിട്ട് തന്നെ ഞങ്ങളുടെ സ്റ്റേഷനിലെ PRO റോജിയുണ്ട്, അതുപോലെ പെറ്റീഷൻ എൻക്വയറി നടത്തുന്ന പ്രശാന്തുണ്ട്. ഇവരെല്ലാം രാപകലില്ലാതെ വർക്ക് ചെയ്ത് കൊണ്ടാണ് ഇത്തരത്തിൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കെല്ലാം കുട്ടികളുള്ളതാണ്. ഇത്തരത്തിലുള്ള ഇൻക്വസ്റ്റുകൾക്കും മറ്റതിനും പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടും കൂടി ഇതിലൊരു വലിയ അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക് 2 പെൺകുട്ടികളുടെ പിതാവാണ്. അപ്പം ഇപ്പം ഷൈനിയുടെ ഓക്കെ, 2 പെൺകുട്ടിയുടെ ഒരു അച്ഛനും കൂടാണ്. ഷൈനയുടെ ആ ബോഡിയും കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഓരോന്നൊക്കെ ഇങ്ങനെ പെറുക്കി അറിയാലോ, ട്രെയിൻ തട്ടിയുള്ള കാര്യങ്ങളൊക്കെ അതെടുത്ത് കൊണ്ടുവന്നിട്ട് അദ്ദേഹം ഓരോ കാര്യങ്ങൾ എന്താ പറയുക കണ്ടപ്പോൾ പുള്ളിക്ക് നെഞ്ച് പൊട്ടിയത്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ജിസ്മോളുടെ കാര്യങ്ങൾ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഞാനും എൻ്റെ കഴിഞ്ഞ ഇവിടെ പോലീസിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കോട്ടയത്തെ ഇപ്പോൾ ഇവിടുത്തെ കുറേ മെമ്പർമാരൊക്കെ ഇറങ്ങി കുറേ പ്രതിഷേധം കാര്യങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുറേ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അവരൊക്കെ ഈ ഗ്രൂപ്പിനകത്ത് ജിമ്മിക്ക് സപ്പോർട്ടായിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ, ഇവിടെ കളിക്കുന്ന മൊത്തം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് വരാം. കാരണം കോട്ടയം ഭരിക്കുന്നത് തന്നെ കമ്മ്യൂണിസ്റ്റാണ്. ഈ ബോഡി പൊങ്ങിയത് വാസവൻ മന്ത്രിയുടെയാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് TR രഘുവിനെ പോലുള്ളവർ ഒക്കെ ജിമ്മിയുടെ ഫാമിലിക്ക് വേണ്ടി സപ്പോർട്ടാണ്. അത്ര എനിക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റൂ. എന്തായാലും എൻ്റെ പൊന്നു സാറേ, ഇതൊക്കെ കാണുവാണെങ്കിൽ സാറിന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ രഹസ്യമായിട്ടെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യും, അവർക്കെങ്കിലും ഒരു നീതി കിട്ടട്ടെ. ഓക്കെ, എനിക്കിപ്പം ഇതേ പറയാൻ പറ്റും. നമ്മൾ ഓരോ കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മുടെ ചാനലിൽ കൂടെ പറയുമ്പോഴാണെങ്കിൽ പോലും മറ്റുള്ള ചാനലുകാരാണെങ്കിൽ പോലും ചില പോർഷൻസൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. അതുപോലും വെച്ച് കുറ്റം പെടുത്തുന്ന കുറേ ആൾക്കാർ. കോട്ടയത്ത് വരാനാണെങ്കിൽ പറ്റും. അന്നത്തെ ആ ഡോക്ടറിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ വന്ന് പറ്റിപ്പോയത്, എനിക്ക് വരാൻ പറ്റിയില്ലായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വന്നത് സ്ഥിരം കണ്ടന്റ് ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പം ഈ ഒരു ഷൈനി അല്ലെങ്കിൽ ജിസ്മോൾ എന്ന് പറഞ്ഞൊരു ഓർമ്മ മാത്രം ആയിക്കൊണ്ടിരിക്കുന്ന കേസ് കേട്ടാ. എന്നിട്ടും ഡെയിലി വന്നിട്ട് അവിടുന്ന് ഇവിടുന്ന് ഓരോ ക്ലിപ്പും വെച്ച് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതിനോടുള്ള ആത്മാർത്ഥം ഉണ്ടെന്ന് കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാത്ത വലിയ വലിയ ചാനലുകാരൊക്കെ ഉണ്ട്. അവരൊക്കെ വന്നിട്ട് നിനക്ക് നാളെ വലിയ ഉളുപ്പില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇതൊക്കെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ, ഞാൻ എൻ്റെ ചാനലിലോട്ട് ഇടുന്നില്ല. എന്നാലും ഒരു ആത്മാർത്ഥത തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു ചാനലിടുന്നത്. ഇതായിട്ട് ഒരു വീഡിയോ അല്ല ഞാൻ ഇടത്തുള്ളൂ. ഈ ഒരു വിഷയം വേണമെങ്കിൽ ചെയ്യാം, ബാക്കി അങ്ങനെ വിടാൻ എനിക്ക് വലിയ താല്പര്യം കാര്യങ്ങളൊന്നുമില്ല. കാരണം ഒരെണ്ണം തന്നെ നോക്കുന്ന പാട് നമുക്കറിയാം. ഓക്കെ, എന്തായാലും അവിടുത്തെ സമരത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ കണ്ടേക്കുക. ഓക്കെ, എല്ലാവരും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുക. എന്തായാലും ജസ്റ്റ് സ്മോൾ എന്ന് കൂടെ കമൻറ്റ് കൊടുക്കുക. ബൈ, ലവ് യു. ഗ്രാമപഞ്ചായത്ത് മെമ്പറും നാഷണൽ കൗൺസിലിൻ്റെ കൺവീനറുമായിട്ടുള്ള മഹാദേവ നൽകി. നമ്മുടെ സമൂഹത്തിൻ്റെ അഭിവാദ്യങ്ങളാക്കിയാണ് നമ്മുടെ കാലത്ത് ഇവിടെ ശരിക്കും നിങ്ങൾ വാക്ക് നമ്മൾ എന്നൊരു വാക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ.
ബഹുമാനിക്കുന്നവരായ കാര്യമുത്തോലി ഗ്രാമപഞ്ചായത്തിൻ്റെ യോഗത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇവിടെ പ്രിയപ്പെട്ട അഭിഭാഷക